നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കല്ലിയൂർ പഞ്ചായത്തിലെ നെടിഞ്ഞൽ എന്ന മനോഹരമായ ഒരു കൃഷിയിടത്തിലേക്കാണ്. ഇവിടെ പടവലം കൃഷി ചെയ്ത് നല്ല വിളവ് നേടുന്ന ഒരു കർഷകനെ നമുക്ക് പരിചയപ്പെടാം. എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത്, എന്തൊക്കെയാണ് പരിപാലനം, എന്തൊക്കെ അനുഭവങ്ങൾ എന്ന് നേരിട്ട് കർഷകനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. ഇതാ കാണുന്നത് പടവലം പന്തലാണ്. പച്ച പിടിച്ച് നിൽക്കുന്ന വള്ളികളും അതിൽ തൂങ്ങി നിൽക്കുന്ന പടവലങ്ങളും കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ. നല്ല പരിചരണവും കൃത്യമായ പരിപാലനവും ഉണ്ടെങ്കിൽ പടവലം കൃഷിയിൽ നിന്ന് നല്ല വരുമാനം നേടാൻ കഴിയുമെന്ന് കർഷകർ പറയുന്നു. ചേട്ടാ, ഈ പടവലം ഏത് ഇനമാണെന്നൊന്ന് പറയാമോ? ഇത് അനാമിക ഇനത്തിൽപ്പെട്ട ഒരു പുതിയ ഇനമാണ്. വിത്ത് നട്ടതിന് ശേഷം എത്ര ദിവസമാകുമ്പോഴാണ് വിളവെടുക്കുന്നത്? 55 ദിവസമാകുമ്പോൾ വിത്ത് നട്ടതിന് ശേഷം ഈ വിളവെടുപ്പ് തുടങ്ങാം. ഈ കൃഷിയിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ട് നട്ട് വിത്ത് പൊടിച്ചു കഴിഞ്ഞാൽ കോഴിവളം, ഞങ്ങൾ ജൈവവളം മാത്രമാണ് ഇത് കൃഷി ചെയ്യുന്നത്. മറ്റ് വളങ്ങളൊന്നും ഇതിൽ ചേർക്കാറില്ല. അപ്പോൾ ജൈവവളങ്ങളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. രോഗങ്ങളും കീടങ്ങളും വന്നാൽ എങ്ങനെയാണ് അവയെ നിയന്ത്രിക്കുന്നത്? ജൈവ കീടനാശിനി ഉപയോഗിക്കും, അല്ലാതെ വേറെ ഒന്നും ഉപയോഗിക്കും? മറ്റൊന്നും ഇവിടെ ഇത് ഉപയോഗിക്കുന്നില്ല. എന്നാലും നല്ല കാ കിട്ടും, ഇതുപോലെ നല്ല മൂത്ത കാ കിട്ടും, ഒരു കേടുമില്ലാതെ. പിന്നെ കെണി കെട്ടിയിട്ടുണ്ട്. ഏത് കെണിയാണ്? അതിൻ്റെ പേരെന്തോന്നാണ്? ഈ കെണിയാണ് ഇതിൽ കെട്ടിയിട്ടുള്ളത്. ഇതിൽ പ്രാണികളും കീടങ്ങളും വന്നു പെടുമല്ലേ? ഇപ്പോൾ ഒരു സീസണിൽ ഏകദേശം എത്ര കിലോ കിട്ടുന്നുണ്ട്? 10 സെൻറ്റിലാണ് നട്ടിട്ടുള്ളത്. ഒരു 1000 കിലോയൊക്കെ അടക്കാൻ പറ്റും. അപ്പോൾ പടത്ത് തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ പുതുതായി പടവലം കൃഷി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ എന്താണ് പറയാനുള്ളത്? ഈ വിത്ത് എവിടെയെങ്കിലും പോയി ചോദിച്ച് വാങ്ങി നടാം. ലാഭകരമാണല്ലോ. ലാഭകരമായ ഒരു കൃഷി. ഇത് പെട്ടെന്ന് സെയിൽ നടക്കുന്ന ഒരു സാധനമാണ്. നീളം കുറവാണ്, അപ്പോൾ എപ്പോഴും ഇത് കച്ചവടം നടക്കും. ഇത്രയൊക്കെ നീളം വരുള്ളൂ. ഇത് അപ്പോൾ സുഹൃത്തുക്കളെ, നെടിഞ്ഞലിലെ ഈ കർഷകൻ്റെ അനുഭവങ്ങളിലൂടെ പടവലം കൃഷിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. കൃഷി എന്നത് വെറും ഒരു തൊഴിൽ മാത്രമല്ല, നമ്മുടെ നാടിൻ്റെ ജീവനാടി കൂടിയാണ്. ഇത്തരത്തിലുള്ള കൂടുതൽ കർഷകരെയും അവരുടെ അനുഭവങ്ങളെയും പരിചയപ്പെടുത്തുന്ന വീഡിയോകളുമായി വീണ്ടും കാണാം. നമ്മുടെ നാട്, നമ്മുടെ കർഷകർ, കർഷകരെ അറിയാം, കൃഷിയെ അറിയാം. എല്ലാവർക്കും ബൈ.